അക്കരെ പോയി ഇനിയും ബോഡികൾ അവിടെ ഉണ്ട്. ഞങ്ങൾ നടന്ന് ഞങ്ങളെ നാടാണ്, ഞങ്ങൾക്ക് ഇതറിയാം. ഇഷ്ടം പോലെ ബോഡി മുകളിലോട്ടുണ്ട്. പ്രയാസമാണ്. ഇപ്പോൾ ഓൾറെഡി 2 വട്ടം വീണ്ടും പൊട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം ഉയർന്നുണ്ട്. നമ്മളുള്ള സജ്ജീകരണം വെച്ചിട്ട് സാധനങ്ങൾ എടുത്തു പോകുന്നേക്കാണ്. താഴെ കാണുന്ന ഈ ചാലിയാറിൽ ഇതിന്റെ ആ ഭാഗത്ത് ജനവാസ മേഖലയാണെങ്കിൽ തൊട്ടിപ്പുറം ഭാഗത്ത് അത് സർക്കാരിന്റെ തോട്ടമാണ്, ഏക്കർ കണക്കിന് കാടാണ്. ആ കാട്ടിനുള്ളിലൂടെ കിലോമീറ്ററുകളോളം നടന്ന് ഏതാണ്ട് 3 കിലോമീറ്ററിനും ഉൾക്കാട്ടിലേക്ക് നടന്നു പോയാണ് ഇപ്പോൾ ഈ ജനസേവകർ, സന്നദ്ധ പ്രവർത്തകർ മൃതശരീരം കണ്ടെത്തിയിട്ടുള്ളത്. ഉൾക്കാട്ടിന്റെ ഉള്ളിൽ നിന്നാൽ ഏറെ നേരം, മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലാണ് ഇവർക്ക് മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. 4 മൃതദേഹങ്ങളാണ് ഇവരെ ഈ കാട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. ഏകദേശം 4-5 കിലോമീറ്റർ നമ്മൾ അപ്പുറത്ത് പോയിട്ടുണ്ട്. അവിടെ ഇതുവരെ SDRF അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇനിയും മേലേക്ക് പോയി ഇനിയും ധാരാളം മൃതദേഹങ്ങൾ കിട്ടാണ്ട്. പക്ഷെ വീണ്ടും മേലെ 2-3 വട്ടം പൊട്ടിയെന്ന് പറഞ്ഞിട്ട് വെള്ളം ക്രമാതീതമായി ഉയർന്നുകൊണ്ട് നമ്മൾ പിന്നോട്ട് പോകുന്നതാണ്. പിന്നെ നമുക്ക് സജ്ജീകരണങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ പോകുന്ന SDRFിൻ്റെ കയ്യിലാണെങ്കിലും കാര്യമായിട്ട് സാധനമൊന്നും ഇല്ല, വെറുതെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഇനിയോടെ മേലേക്ക് പോയാൽ ഇഷ്ടംപോലെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടുമെന്നുള്ളതാണ്. 4 മൃതദേഹങ്ങളും അതുപോലെ കുറേ കൈ കാല് കുറേ ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും പോയ ധാരാളം മൃതദേഹങ്ങൾ കിട്ടും. പ്രയാസമാണ്. ഇപ്പോൾ ഓൾറെഡി 2 വട്ടം വീണ്ടും പൊട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം ഉയർന്നുണ്ട്. നമ്മളുള്ള സജ്ജീകരണം വെച്ചിട്ട് സാധനങ്ങൾ എടുത്തു പോകുന്നേക്കാണ്. കോയിപ്പാറ എന്ന് പറയുന്ന പ്രദേശം വരെ പോയിട്ടുള്ളൂ. അതിന്റെ അടിക്ക് ഇനി മേലേക്ക് തരാണ്ട് പോയ ഇനി മൃഗങ്ങൾ ഒരുപാടുണ്ടാവും. തുരുത്തുമാർക്ക സ്ഥലം വെള്ളം ഇറങ്ങിയപ്പോ അവിടെയാണ് മൃഗങ്ങൾ ഫുള്ളില്ല. തുരുത്തുമാർക്ക സ്ഥലം അവിടെ നിന്ന് അടിഞ്ഞേക്കാണ്. അവിടെ അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസകരമാണ്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അങ്ങോട്ട് ഒരുപാട് ബോഡികൾ കൊണ്ടുവരുന്ന തന്നെ ആളുകൾ ഒരു നടവഴി പോലും ഇല്ല. അതിൽ അത്ര പ്രയാസകരമായ അവസ്ഥ. ഇതാണ് ഇവർ, അതായത് ഉൾപ്രദേശത്തേക്ക് തിരച്ചിലിനായി പോയ എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യമാണ്. കാരണം ഒരു തുരുത്ത് പോലെ ആയിട്ടുണ്ട് ഉൾഭാഗം എന്ന് പറയുന്നത്. കാടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയാൽ അവിടെ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് അവിടെ പോയി മൃതദേഹം എടുത്ത് തിരിച്ചു വരുന്നതിന് പരിമിതികളുണ്ട്. കാരണം മതിയായ സജ്ജീകരണങ്ങൾ ഇവർക്കില്ല. നടക്കാനൊരു വഴി പോലും ഇല്ലാത്ത കാട്ടിലൂടെയാണ് വളരെ പണിപ്പെട്ട് മൃതദേഹം ചുമന്ന് ഇവർ കൊണ്ടുവരുന്നത്. 4 മൃതദേഹങ്ങൾ ആണ് ഇവർ ഇതിനോടകം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടേക്ക് എത്തിക്കുന്നത് നാട്ടുകാരായിട്ടുള്ള വളണ്ടിയർമാരാണ് ഇതിന് മുഴുവൻ നേതൃത്വം നൽകുന്നത്. ഏറെ ദുഷ്കരമാണ് ഈ ഒരു പ്രവർത്തനം എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം കാടാണ്, ആന ഇറങ്ങുന്ന മേഖലയാണ്. മഴ പെയ്തതിനാൽ തന്നെ എളുപ്പം മണ്ണിടിഞ്ഞ് ചവിട്ടുന്നിടത്തെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇഴജന്തുക്കൾ അടക്കമുള്ളവയുടെ ശല്യമുണ്ട്. ഇതിനെല്ലാം ഇതിനൊന്നും വകവെക്കാതെയാണ് ഈ ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, വളണ്ടിയർമാർ കാടിനുള്ളിലൂടെ കിലോമീറ്ററുകളോളം നടന്നു പോയി ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയതും. അവരാണ് ഈ ഒരു ഭാഗത്തുള്ള മൃതശരീരങ്ങൾ, ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന മൃതശരീരങ്ങൾ കണ്ടിട്ടുള്ളത്. നേരത്തെ കിട്ടിയിട്ടുള്ള മൃതശരീരങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും ഈ പുഴയുടെ മറുഭാഗത്ത്, അതായത് കോളനി ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രദേശത്തുള്ള കാട്ടിനുള്ളിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു രാവിലെ 7 മണിക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നാട്ടുകാരുണ്ട്, വേറെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട്, ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്,
പിന്നെ ഞാൻ പറയാൻ വേണ്ടി വീഡിയോ ഉണ്ട്, അങ്ങനെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആ കാട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ ഒരു 3-4 കിലോമീറ്ററോളം ഉള്ളിൽ പോയിട്ടാണ് 4 ബോഡി കണ്ടത്. ഇനിയും അപ്പുറത്തേക്ക് തിരച്ചിൽ നടത്തും. ഇനി അപ്പുറത്തേക്ക് ഉണ്ട് എന്നാണ് വീഡിയോ അടക്കമുള്ള ആളുകൾ പറയുന്നത്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. പോയ ആളുകൾ പറയുന്നത് ഇനിയും അവൻ്റെ അപ്പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നാളെ നാട്ടുകാരെ ഭയങ്കര സഹകരണമായിരുന്നു, നല്ല സഹകരണമായിരുന്നു. അപ്പോൾ വി വിൽ കണ്ടിന്യൂ. ഇപ്പുറത്തെ സൈഡിലെ ഈ ഭാഗത്തെ കാട്ടിൽ 2 സൈഡ് നാളെ നോക്കുന്നുണ്ട്. നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഓൾ വാക്സ് ഓഫ് ലൈഫ്. ഇതുവരെ നമുക്ക് എത്ര ബോഡി കിട്ടിയെന്നുള്ളത് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 34 എന്നുള്ളായിരുന്നു. പക്ഷേ അതിൽ ചില കയ്യും കാലൊക്കെ കൂട്ടിയിട്ടാണ് 34. അതിനുശേഷം ഇപ്പോൾ ഒരു 5-6 ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അവർ. ഇപ്പോൾ 2 കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ടോട്ടൽ പിന്നെ ഫുൾ ബോഡിയുള്ളത് എത്ര ഉണ്ടെന്ന് എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അത് പരിശോധിച്ച് പറയാം. കാരണം ഇപ്പോൾ 33, 39 എന്നൊക്കെ വരുന്നത് മുഴുവൻ 39 ഫുൾ ബോഡിയായി കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരേ ബോഡി തന്നെ പാർട്സും ഉണ്ടാവും ചിലപ്പോൾ വേണമെങ്കിൽ. താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പറ്റില്ലെങ്കിൽ അതിനനുസരിച്ച് വേറെ അവിടെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ് ദ വെരി സെയിം ടൈം അവിടെ ഡോക്ടേഴ്സ് വളരെ സജ്ജമാണ്, അവരവിടെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യന്തം ദുഷ്കരം തന്നെയാണ് കാടിനകത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. അത് ഇനി തുടരുക സാധ്യമല്ല. കാരണം ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഉണ്ട്. അതൊരു പ്രതിസന്ധി തന്നെയാണ്. ഇരുട്ടും മഴയും കാലാവസ്ഥയും ഒന്നും അനുകൂലമല്ല. അതിനാൽ ഇന്നത്തേക്ക് തിരച്ചിൽ നിർത്തി. പക്ഷേ നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. നാട്ടുകാരുടെയും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും NDRFിൻ്റെയും പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഉൾപ്പെടെയുള്ളൊരു വലിയ സംഘം നാളെ വീണ്ടും തിരച്ചിലിന് കാടിനകത്തേക്ക് കയറും. ഇന്ന് നമ്മൾ പോയതുപോലെ ഒരു 4-5 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ഇനിയും മൃതദേഹങ്ങളുണ്ട്. ഇന്ന് 4 കിലോമീറ്ററിനകത്തു നിന്നാണ് 4 മൃതദേഹങ്ങൾ അവസാനം കിട്ടിയത്. ഇനിയും അകത്തേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാടിനകത്ത് തെരച്ചിലിനായി പോയ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ആ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഇക്കരെ എത്തിക്കണമെങ്കിൽ അതിന് കൂടുതൽ സജ്ജീകരണങ്ങൾ വേണം. അത്രയും സജ്ജീകരണങ്ങളും സന്നാഹങ്ങളുമായാണ് നാളെ കാട് കയറുക. നാളെയോടുകൂടി മുഴുവൻ മൃതശരീരങ്ങളും കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളവർ പറയുന്നത്. എന്തായാലും ഈ ഒരു ഉരുൾപൊട്ടലിൽ ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും മുണ്ടേരി ഭാഗത്ത് നിന്നും കാടിനുള്ളിൽ നടത്തുന്ന തിരച്ചിലിലൂടെ നാളെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മുണ്ടേരിയിൽ നിന്നും ഷഹീർ CH രാജീവ് പുതുക്കുടി.